ഇത്ര ഗ്യാപ്പിൽ നമുക്ക് കൊണ്ടുപോയിക്കാം. അടുത്ത മഴ പിടിക്കുന്നുണ്ട്, അപ്പത്തേക്ക് ഇത് നട്ടിട്ടാണ്. അതിൽ കുറെ ആൾ കമന്റ് ഇടും, ഇനി ഇങ്ങനെ എല്ലാം മണ്ണിടണ്ടേ, അങ്ങനെ അറിയും. എനിക്ക് ഇങ്ങനെ മണ്ണിടാനേ അറിയും. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അമ്മേനെ ഞാൻ ഇന്നും കൂട്ടിയിട്ട. ഈ ചേമ്പ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അമ്മ വേനൽക്കാലത്ത് ചേമ്പിന്റെ കണ്ട എടുത്തിട്ട് ബാക്കി ആടെ തന്നെ കുഴിച്ചിട്ട് 4-5 ഉണ്ട്, കുറച്ച് അപ്പുറത്തേക്ക് ഉണ്ട്. പിന്നെ എനിക്ക് അടുത്തുനിന്ന് കാണിക്കറോമേ, നമ്മളെ ചേമ്പ് എത്ര കയ്യിൽ കാണിക്കണ്ടേ. നല്ല കണ്ട ഇങ്ങിന്. അപ്പൊ ഇതിന്റെ കണ്ടില്ലേ നിങ്ങോ, വേരെല്ലാം പുറത്തേക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം നല്ലോണം വേര് പുറത്തേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മണ്ണ് നല്ലോണം കളിച്ചു കൂട്ടണം. നമ്മ മിനിയാന്ന് നട്ടതൊന്നും ഇത്രക്കൊന്നും ആയിട്ടല്ലോ, ചെറുതല്ലേ. ഇത് അന്നേ നട്ടത്, ഇപ്പൊ 2 മാസം തന്നെ ആയി. കണ്ട ചെറുങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന് കിളക്കാനുണ്ട്, ഞാൻ വേഗം കിളക്കുന്നു. എടുത്തിട്ട മണ്ണായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. കൈക്കോട്ടം കൊണ്ട് ഇട്ടാലും മതി. ഇതിപ്പോ നല്ല തൂമ്പ, നല്ല അകലമില്ല തൂമ്പ കണ്ടിട്ടേങ്ങോ. പിന്നെ ഇത് ഇങ്ങനെ വലിച്ചാ വരും. ഇനി അന്നേ വളം ഇട്ടതുകൊണ്ട് ഇനി ഇപ്പോഴേ വളം ഇടണ്ട. നല്ല പതുവിലെ മണ്ണ്, നല്ല കറുത്ത മണ്ണായോണ്ട് ഉണ്ട കിട്ടുന്നില്ല. ചില മണ്ണ് ഭയങ്കര ഉണ്ട കിട്ടിയിട്ട് നമുക്ക് ഒന്നും കിളക്കാനേ വയ്യ. ഇത്ര കളിച്ചിട്ട് വേണ്ടിട്ട് തൂമ്പൊക്കെ ഒന്നും പറ്റിയിട്ടില്ല, നല്ല മണ്ണ്. ഇനി 2നും കൂടിയിട്ട് ഞാൻ ഒക്കെ ഇട്ടു. ഇനി 3 ഉണ്ട്, ഇപ്പളേയും കൂടി കൂട്ടുന്നു. കുറെ കഴിഞ്ഞെങ്കിൽ ഇതിന്റെ ഇലയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അപ്പൊ നമുക്ക് കിളക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ തന്നെ കാണുന്നില്ല അത്. അതിന്റെ ഇടക്ക് കഴിഞ്ഞ കൊല്ലം നട്ട മഞ്ഞൾ ഉണ്ടായിന്. നട്ടതല്ല, വീണ്ടും മുളച്ച. ഇപ്പൊ ഇത് കിളക്കുമ്പോ അത്ര കണ്ടത്. കയ്യില് കുറച്ചുണ്ടായിന്, ഇനിയിപ്പോ പൊരിച്ചിടണം. കുറച്ച് കിളക്കുമ്പോ പോയി, ബാക്കിയുണ്ട്. ഇത് നമ്മ നട്ടൊന്നുമല്ല, ഒന്നും ഇങ്ങനെ ഇട്ടത്. ഈ 3 എണ്ണത്തിനും മണ്ണിട്ടിട്ട് അമ്മ ഞാൻ നിങ്ങളെ കാണിക്കാം. തൂമ്പയും കൊണ്ട് കളിച്ചിട്ടായി. ഇനി കൈക്കോട്ട് വേണ്ടി വരും, കുറച്ച് അങ്ങോട്ടേക്ക് ഇടാനുണ്ട്. വീട് എന്തെല്ലാം വേറ് അങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് അവിടെ കളിക്കാൻ കഴിയാ. അപ്പുറത്തേക്ക് കോരിയിടുന്നു. മണ്ണ് നല്ല മണ്ണായോണ്ട് കിളക്കുമ്പോ ബുദ്ധിമുട്ടില്ല. നല്ല എകരത്തിൽ ഞാൻ മണ്ണിടുന്നു. അതിൽ കുറെ ആൾ കമന്റ് ഇടും, ഇനി ഇങ്ങനെ എല്ലാം മണ്ണിടണ്ടേ, അങ്ങനെ അറിയും. എനിക്ക് ഇങ്ങനെ മണ്ണിടാനേ അറിയും. സാധാരണ കൃഷിപ്പണി എടുക്കുന്നപ്പോഴേക്ക് നല്ല രീതിയിൽ മണ്ണിടാൻ അറിയും. ഞാൻ ഇടക്കിടക്ക് ബൾപ്പിൽ പണിയെടുക്കല്ലോ. അപ്പൊ എങ്കിലും ഇന്ന് സ്കൂളിൽ പോകാനുണ്ടായിന്, സ്കൂൾ തുറക്കാനായില്ലേ. അപ്പൊ ഇനി ഇടക്കിടക്ക് സ്കൂളിലേക്ക് പോകേണ്ടി വരും. സ്കൂൾ തുറന്നാൽ പിന്നെ എപ്പോഴും പോകണമല്ലോ. അപ്പൊ ഇടക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഇങ്ങനെ നടല്. അപ്പൊ നട്ട് കഴിഞ്ഞതിപ്പോ കഴിഞ്ഞു. ഇനിയിപ്പോ ഇപ്പോഴൊന്നും മണ്ണിടണ്ട. അതിന് കുറച്ച് വലുതായിട്ട് ആദ്യ വേര് പുറത്ത് ചെയ്യുമ്പോൾ കുറച്ച് വളവും മണ്ണും ഇട്ടെങ്കിൽ ഇതിന്റെ കാര്യം റെഡിയായി. ഈ 2 കാച്ചിലിന്റെ വിത്ത് അന്ന് നമ്മ ഇങ്ങനെ ചാടിയത്, അത് തെത്തിട്ട് വന്നു. ഇതിപ്പോ ഇത് ചോന്ന കാച്ചില്. വേറൊരു തൈയുണ്ട്, വേര് പിടിച്ചുപോയി. അതിന്റെ കണ്ടേന്ന തെളി. പിന്നെ കണ്ട നട്ടെങ്കിൽ എളുപ്പമാവും തോന്നുന്നു. ഇതിന്റെ കണ്ട പൊട്ടിപ്പോയി. വേറൊന്നുണ്ട്, ഇത് കേടായി. ഇതൊന്നുണ്ട്. ഇതിൽ 3 എണ്ണം ഉണ്ട്. ഇത് ഉറപ്പ് പറയാൻ കഴിയാ. ഈ 3 എണ്ണം വെറുതെ ചാടുന്നതിന് നമുക്ക് നട്ടുവെക്കാം. ഇവിടെ എടുത്തിട്ട മണ്ണായോണ്ട് നല്ലോണം കളിക്കണ്ട, ഒരു വിധം കളിച്ചാൽ മതി. അതിന് 3 കാച്ചിലിന് വേണ്ടേ കുണ്ട്. അപ്പൊ ഈ കുണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുണ്ടാവും, താഴോട്ടല്ലേ കുണ്ട് എന്ന്. ഇവിടെ കൊള്ളിക്കുണ്ട്, കാച്ചിലിന്റെ കുണ്ട് എന്നെല്ലാം പറഞ്ഞെങ്കിൽ നമുക്ക് അപ്പക്കൂടെന്ന് പറയുന്നില്ലേ, അതിനാ നമ്മളെ നാടൻ ഭാഷയിൽ കുണ്ട് എന്ന് പറയല്.
കണ്ടില്ല, ഒറ്റ കിളക്കലിന് ഇത്ര മണ്ണ് വരുന്നു. അടി ഒന്ന് കിളക്ക, അപ്പൊ കണ്ട നല്ല പാങ്ങിന് തലക്ക്. ഇത് അത്യാവശ്യം ചോന്ന മണ്ണ്, കറുത്ത മണ്ണ് പറയാൻ കഴിയ. ഇനി ഈ നൈലത്തേക്ക് വെച്ചങ്ങായി. ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തിലേക്ക് പിടിക്കട്ടെ. വേരൊന്നും പൊട്ടിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് മണ്ണ് മീത്തിലേക്ക് കൂട്ടാം. എന്തായാലും കുറച്ച് മണ്ണ് കൂട്ടാം. വേറെ മരമൊന്നും കാണുന്നില്ല. ഞാൻ ഈ കുരുമുളകിന്റെ വള്ളിയിലേക്ക് തന്നെ കയറ്റിയിടുന്നു. ഇതുവരെ പോക്ക് പോകും, നിൽക്കുകയൊന്നും ചെയ്യില്ല. അതിൽ വേറെ പാഷൻ ഫ്രൂട്ടും എന്തെല്ലാം ഉണ്ട് അതിലേക്ക് പോയിട്ട്. ഇനിയിപ്പോൾ 2 കൊണ്ടുപോയിക്കാനുണ്ടല്ലോ, ഞാൻ ഈ കൊണ്ടുപോയിച്ചിട്ടായിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതിൽ പച്ചമുളക് നട്ടത്. ഇക്കൊല്ലം പച്ചമുളകിന്റെ തൈ നമുക്ക് കിട്ടിയിട്ട. കുറച്ച് ഇഞ്ചി വിത്തുണ്ട്, അത് നമുക്ക് ഇതിൽ നട്ടെങ്കിൽ വേര് പിടിച്ചിന്. നല്ല വളവില്ലതുകൊണ്ട് മണ്ണ് വലിങ്ങനെ ഇളക്കേണ്ടിയും വരില്ല. ഞാനിത് വേഗം കൊത്തിക്കൂട്ടി തട്ടാക്കിയിട്ട് ഇഞ്ചി നടുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാം. ഇനി ഇതിൽ ഓരോന്ന് നട്ടാൽ മതി. 2 നട്ടെങ്കിൽ കണ്ട വാങ്ങിയില്ല. ഞാൻ വേറെ ചെറിയ ഒന്നും കൊണ്ടുവന്നിട്ടാ, ഇതേ കൊണ്ടുവന്നിട്ടു. ഇത്ര ഗ്യാപ്പിൽ നമുക്ക് കൊണ്ടുപോയിക്കാം. അടുത്ത മഴ പിടിക്കുന്നുണ്ട്, അപ്പത്തേക്ക് ഇത് നട്ടിട്ടാണ്. ഇനി നമ്മ അന്ന് കാണിച്ചിട്ടേ സ്ഥലം അവിടെ ആദ്യം ഇഞ്ചി നടാനുണ്ട്. നമുക്ക് ഇന്നലെ ഇഞ്ചി വിത്ത് തന്ന ഒരാള്, അപ്പൊ ഇയാളെ പേര് പറയണ്ട പറഞ്ഞു. അപ്പൊ ഇഞ്ചി നട്ടിട്ടുമില്ല, നമുക്ക് ഇഞ്ചി വിത്തില്ലായിരുമ്പോ വേഗം തന്നത്. കണ്ടിട്ട് നല്ല ഇഞ്ചി വിത്തിന് ഇത്ര ഇങ്ങനെയുണ്ട്. അപ്പൊ നല്ല ഇഞ്ചി വിത്തിന് അല്ലേ. ഇതിപ്പോ ഒന്ന് പൊളിച്ചാലേ നമുക്ക് വേണ്ടത്ര നടാനായി. പിന്നെ നമ്മളെ അപ്പുറത്തെ വളപ്പിലാകുമ്പോഴത്തേക്കും ഇത് മതിയാവും. ഞാൻ കാണിച്ചു തരാം ഇതിന് നടുന്നത്. ബിനീന്റെ ഓരോന്ന് പൊളിക്കാം. ഇത്രക്ക് വേണ്ട, ചെറുത് മതി നടാൻ. ഇതിൽ തെമ്പ് വന്നത് ഞാൻ ആദ്യം പൊളിക്കുന്നു. ഇഞ്ചി വിത്ത് നടുമ്പോ ഇതിന്റെ തെമ്പല്ലേ, അത് മീത്തിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ നടുന്ന സമയത്ത് വളവിടാ. ഇത് അന്ന് പച്ചമുളക് നട്ടിട്ട് അതിന്റെ വളവിന്റെ അടിയിലുണ്ട്. അങ്ങനെ ഇല്ലോണ്ട് ഞാൻ ആദ്യയിൽ വളമൊന്നും ഇട്ടിട്ട. നമ്മ ഇഞ്ചി വിത്ത് നട്ടു, ഇത്ര ബാക്കിയുണ്ട്. ഇത് അപ്പുറത്തെ ഏതെങ്കിലും കുണ്ടിൽ നടാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. പുതിയ വിശേഷമായിട്ട് നാളെ കാണാം.